നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറാണ് ആദ്യത്തെ 45 നാഴിക വരുന്നത്. ശേഷം 15 നാഴികയാണ് കർക്കിടകക്കൂറിലുള്ളൂ. അപ്പോൾ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജന്മരാമാനേ ദുഃഖം എന്ന് പറയുന്നൊരു ദോഷമുണ്ട്. അതുപോലെ തന്നെ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് അമൃതവിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവിനൊപ്പം ആദിത്യനും ബുധനും ശുക്രനുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ചതുർഗ്രഹ യോഗം 9ാം ഭാവത്തിൽ വന്നു. അഷ്ടമത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ 21 തീയതി വരെ ഇത്തിരി ദോഷ സമയമാണ്. അതിനുശേഷം പിന്നെ ചൊവ്വ 9ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ നടുവേദന പോലെയുള്ള രോഗങ്ങൾ, കഴുത്തിന് വേദന, കാലിൻ്റെ മുട്ടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നിപുണായോഗം ചെയ്തിട്ട് 9ൽ ആദിത്യനും ബുധനും നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ളൊരു ഗുണമുണ്ട്. ബുധശുക്രയോഗം നല്ലതാണ്. 5ാം ഭാവാധിപതി ബുധൻ ലഗ്നാധിപതിയുടെ യോഗം ചെയ്ത് നിൽക്കുന്നതാണ്. ഭൗതികമായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിലും അവിടെ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ഇടയ്ക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരാനുള്ളൊരു സാധ്യതയുമാണ് കാണുന്നത്. അപ്പോൾ ജന്മരാമവിനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് ഒരു കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാനായിട്ട് പറ്റാതെ ദിവസങ്ങളിങ്ങനെ നീണ്ടു പോകുന്നൊരവസ്ഥയാണ് വരിക. അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അങ്ങനെ എഴുതി നീങ്ങാന്നല്ലാതെ പെട്ടെന്നൊരു ബൂസ്റ്റായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവൃത്തി എടുത്താലും പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഫലം കിട്ടാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ രാഹു നിൽക്കുന്ന ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ ഭാഗ്യത്തിന് മുറിവ് വരുത്തുക. അമൃതവിഷകണ്ഠകാരകനാണ് രാഹു. അപ്പോൾ അത് കാരണം ഭാഗ്യക്കുറവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുക. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ പോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം, അതുപോലെ തന്നെ അവരുടെ അപ്രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഭാഗ്യക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ തന്നിൽ പ്രായം കൂടിയിരിക്കുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, പ്രത്യേകിച്ചും പിതൃസ്ഥാനത്തുള്ളവരോടൊക്കെ പ്രത്യേകിച്ചും ഒരു ബഹുമാനത്തോടു കൂടിയൊക്കെ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സഹായികൾ അകന്നു പോകാനിട വരുന്നൊരു സമയമാണ്. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല ഇനി 23 തീയതി കഴിഞ്ഞാൽ ചൊവ്വ കൂടി ശുക്രനോട് യോഗം ചെയ്തു വരും. അപ്പോൾ ചൊവ്വയും പഞ്ചഗ്രഹ യോഗം വരും. അപ്പോൾ പഞ്ചഗ്രഹ യോഗം വരുമ്പോൾ സ്വത്ത് സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല വഴിപാടൊക്കെ ചെയ്യുകയും ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തുന്നത് നന്നായിരിക്കും. പൂർണ്ണ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് 12ാം വ്യാഴമാണ്. അപ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലാവസ്ഥ ഉണ്ടെങ്കിലും സ്വന്തം നാട്ടിലും വീട്ടിലും നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടില്ല. മാത്രമല്ല ആദിത്യനും ബുധനും ശുക്രനും രാഹുവും ഒക്കെ അഷ്ടമത്തിലാണ്. അപ്പോൾ എല്ലാവരുടെയും അപ്രീതിക്ക് പാത്രമാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ടുണ്ട്. ഈ ശുക്രൻ്റെയും ബുധൻ്റെയും ഒന്നും ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടാത്തതുകൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനും എന്തെങ്കിലും കേസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാടുകളൊക്കെ ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തുക. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.